2 ദിവസം നിർത്താതെ മഴ പെയ്തപ്പോൾ കുളത്തിലാകെ വെള്ളം കൂടി. നമ്മൾ നടക്കുന്ന സ്റ്റെപ്പിൻ്റെ മുകളിലൊക്കെ വെള്ളം കയറി. കഴിഞ്ഞ മഴക്കാലം ആരംഭിച്ചപ്പോൾ തന്നെ ഇതുപോലെ കുളത്തിലൊക്കെ ആകെ വെള്ളം നിറഞ്ഞു. നമ്മുടെ സ്റ്റെപ്പിൻ്റെ മുകളിലേക്കൊക്കെ വരാലും കയറി വരാൻ തുടങ്ങി. ഇതാ ഇപ്പോൾ വീണ്ടും മഴക്കാലം ആയതോടെ തന്നെ വെള്ളം കൂടി സ്റ്റെപ്പിൻ്റെ മുകളിലേക്കും കരയിലേക്കും ഒക്കെ വരാൽ കയറി വരാൻ തുടങ്ങി. ഈ മഴക്കാലം ആരംഭിച്ചപ്പോൾ തന്നെ ഇതുപോലെ ഒരു വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. അതിലുള്ള കമൻറ്റിൽ ഒരുപാട് ആളുകൾ പറയുന്നത് ഈ വരാൽ കയറി വരാനുള്ള കാരണം അത് കുഞ്ഞുങ്ങൾ വിരിയാൻ വേണ്ടിയിട്ട് എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. ചെറിയ വരാൽ ഉൾപ്പെടെ എല്ലാ വരാലും ഇതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് നീന്താറുണ്ട്, അല്ലെങ്കിൽ പോകാറുണ്ട്. വയൽക്കരയിൽ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ വയലിലൂടെയുള്ള റോട്ടിലൂടെയൊക്കെ പോകുമ്പോൾ ആ റോട്ടിലൊക്കെ വരാലിനെ കാണാറുണ്ട്. വെള്ളം വരുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അത് എപ്പോഴും നീന്താറുണ്ട്. നിങ്ങൾ മഴക്കാലം ആകണമെന്നില്ല, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മോട്ടർ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ മോട്ടറിൻ്റെ വെള്ളത്തിന് ഓപ്പോസിറ്റായിട്ട് ഈ വരാലൊക്കെ ചാടാറുണ്ട്. അത് വരാലിൻ്റെ പൊതുവേ ഒരു സ്വഭാവമാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വരാൽ വിരിയുന്ന സമയം തന്നെയാണ്, കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയം തന്നെയാണ്. വരാലെന്നല്ല, ഒട്ടുമിക്ക എല്ലാ മത്സ്യങ്ങളും വിരിയുന്ന സമയമാണ് ഇപ്പോൾ. ഇനി ഇവരെങ്ങാനും ഒഴുക്കിന് ഓപ്പോസിറ്റായിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട. മത്സ്യങ്ങളൊന്നും ഇണങ്ങുന്ന ജീവികളല്ല. വരാലൊക്കെ വെള്ളം വരുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഏകദേശം 1 മീറ്ററിലും അധികം ഉയരത്തിൽ ചാടാനുള്ള കഴിവുണ്ട്. നമ്മളെ കുളത്തിൻ്റെ ചുറ്റുമതിലുള്ളത് കൊണ്ടും മുകളിൽ വലയിട്ടത് കൊണ്ടും വരാലൊന്നും നഷ്ടപ്പെട്ടു പോകുകയില്ല. പുറത്തുനിന്ന് മറ്റ് കിളികൾ വന്ന് പിടിക്കുകയുള്ള പേടിയില്ല. വരാലിന് ഇപ്പോൾ കൊടുക്കുന്നത് 6 mm സൈസുള്ള ഫുഡാണ്. 6 mm കൂടിയ സൈസുള്ള ഫുഡ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മുടെ മാർക്കറ്റിൽ എന്തായാലും 6 mm വരെയുള്ള ഫുഡാണ് കിട്ടാനുള്ളത്. ഇനി അടുത്ത വിളവെടുക്കുന്ന കാലം വരെ ഈ ഒരു 6 mm സൈസുള്ള ഫുഡ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. യൂനോ, ന്യൂട്രില അങ്ങനെയുള്ള വരാലിന് മാത്രം വരുന്ന ചില ഫുഡുകളാണ് നമ്മൾ കൊടുക്കാറുള്ളത്. കാരണം ഇത്തരം പെല്ലറ്റ് ഫുഡിലാണ് പ്രോട്ടീൻ്റെ അളവ് കൂടുതലായിട്ടുള്ളത്. ഈ ഒരു ഫുഡ് കൊടുത്താൽ മാത്രമേ ഒരു 8 മാസം കൊണ്ടൊക്കെ വരാൽ അത്യാവശ്യം വലുപ്പമായി മാറുകയുള്ളൂ. അല്ലെങ്കിൽ വരാൽ വലിപ്പം വെക്കാതെ മത്സ്യകൃഷി നഷ്ടത്തിലാകും.